ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിക്കോട്. പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിൽ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമായി. പഞ്ചായത്തിലെ നവീകരിച്ച പബ്ലിക് മാർക്കറ്റും പഞ്ചായത്ത് ഓഫീസ് അനുബന്ധ കെട്ടിടം സമുച്ചയവും മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പുതുതായി പണികഴിപ്പിച്ച പബ്ലിക് ലൈബ്രറി, സാക്ഷരതാ മിഷൻ, തുടർ വിദ്യാഭ്യാസ കേന്ദ്രം, അതിഥി മന്ദിരം, വ്യവസായ സംരംഭക സഹായ കേന്ദ്രം എന്നിവ ഉൾപ്പെട്ടതാണ് പുതിയ ഓഫീസ് സമുച്ചയം. കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ അരികിൽ വാർഡിൽ നിർമ്മിച്ച പുതിയ അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം G. സ്റ്റീഫൻ MLA നിർവഹിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ലഭിച്ച 8 ലക്ഷം രൂപയും പഞ്ചായത്ത് ധനകാര്യ കമ്മീഷൻ, ശിശുക്ഷേമ വകുപ്പ് എന്നിവയിൽ നിന്നും ലഭിച്ച 6 ലക്ഷം രൂപയും ഉപയോഗപ്പെടുത്തിയാണ് പുതിയ കെട്ടിടം പൂർത്തിയാക്കിയത്. പോത്തൻകോട് ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിൽ ആന്റി റാഗിംഗ് വാരാഘോഷത്തിന് തുടക്കമായി. ആന്റി റാഗിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം പോത്തൻകോട് സബ് ഇൻസ്പെക്ടർ രാഹുൽ PR നിർവഹിച്ചു. റാഗിംഗ് സംഭവിച്ചാൽ സ്ഥാപനവും വിദ്യാർത്ഥികളും നേരിടേണ്ടി വരുന്ന നിയമ നടപടികളെക്കുറിച്ച് റിട്ടയർഡ് ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് മുരളി ശ്രീധർ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. ആന്റി റാഗിംഗ് പ്രമേയമാക്കി കലാപരിപാടികൾ, വിവിധ മേഖലകളിലെ പ്രഗത്ഭർ നയിക്കുന്ന ക്ലാസുകൾ, വിവിധ മത്സരങ്ങൾ എന്നിവയും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ വനിതകൾക്കായി സൗജന്യ സൈക്കിൾ പരിശീലനം ആരംഭിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം VK പ്രശാന്ത് MLA നിർവഹിച്ചു. സൈക്ലിംഗ് പരിശീലന പരിപാടിയുടെ ഭാഗമായി മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ കൗൺസിലിംഗ് പരിപാടി ആരംഭിക്കുമെന്ന് VK പ്രശാന്ത് MLA പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ NABH എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ അംഗീകാരം നേടിയ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിലെ ജീവനക്കാരെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് AA റഹീം MP ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ടൂറിസം മന്ത്രാലയവും സ്വച്ഛ് ഭാരത് മിഷനും ഗ്രാമീണ മേഖലകളിൽ മികച്ച ആതിഥേയ സേവനം ലഭ്യമാക്കുന്ന ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഹോം സ്റ്റേകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സ്വച്ഛത ഗ്രീൻ ലീഫ് റേറ്റിംഗ് തിരുവനന്തപുരം ജില്ലയിൽ 38 സ്ഥാപനങ്ങൾക്ക് ലഭിച്ചു. ലീഫ് റേറ്റിംഗ് നേടിയ സ്ഥാപനങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. ശൈലജ ബീഗം വിതരണം ചെയ്തു. 6 സ്ഥാപനങ്ങൾക്ക് 5 ലീഫും 19 സ്ഥാപനങ്ങൾക്ക് 3 ലീഫും 13 സ്ഥാപനങ്ങൾക്ക് 1 ലീഫും ലഭിച്ചു. വിതുര, ചിറ്റാർ, പന്നിക്കുഴി, പൊന്നാംചുണ്ട് പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. നെടുമങ്ങാട് മലയോര ജനതയുടെ സ്വപ്നമായിരുന്ന 3 പാലങ്ങളാണ് യാഥാർത്ഥ്യമാകുന്നത്. വിതുര പൊന്മുടി റോഡിൽ 1905 നിർമ്മിച്ച 8.5 മീറ്റർ നീളവും 1.7 മീറ്റർ വീതിയുമുള്ള ആർച്ച് ബ്രിഡ്ജാണ് ചിറ്റാർ പാലം. പഴയ പാലം പൊളിച്ചുമാറ്റി നടപ്പാതയോട് കൂടിയതും 2 വരി ഗതാഗതത്തിലുമുള്ള പുതിയ പാലമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. നെട്ടുകാൽത്തേരിയിലെ തുറന്ന ജയിലിൽ നടത്തിയ മത്സ്യകൃഷിയിൽ 2000 കിലോയുടെ വിളവെടുപ്പ് ലഭിച്ചു. CK ഹരീന്ദ്രൻ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഈ മത്സ്യങ്ങൾ മറ്റ് ജയിലുകളിലേക്കും വിൽപ്പനയ്ക്കായി എത്തിച്ചു. മണ്ണിന്റെ മണമുള്ള അത്തർ വികസിപ്പിച്ച് ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക് ഗാർഡൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഉത്തർപ്രദേശിൽ വികസിപ്പിച്ച മിട്ടിക്ക അത്തർ എന്ന വില കൂടിയ അത്തറിന് പകരമായി താരതമ്യേന ചെലവ് കുറഞ്ഞ രീതിയിലാണ് അത്തർ വികസിപ്പിക്കുന്നത്. പുതുമഴയുടെ ഗന്ധം സസ്യസ്രോതസ്സുകളിൽ നിന്ന് പുനർനിർമ്മിക്കാൻ കഴിയുമെന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണ്ടെത്തൽ. ട്രോപ്പിക്കൽ സോയിൽ സെന്റർ ഉടൻ വിപണിയിൽ എത്തും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.